പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ ഹോട്ടൽ റെയ്ഡിൽ കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാന്റെ മൊഴിയെടുക്കുന്നു. പാലക്കാട് പോലീസാണ് ആലപ്പുഴയിലെ വീട്ടിലെത്തി മൊഴിയെടുക്കുന്നത്. നീലട്രോളിയിൽ കോൺഗ്രസ് കള്ളപ്പണം എത്തിച്ചു എന്നാണ് ആരോപണം. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, ഈ നീലട്രോളി വിവാദത്തിൽ തെളിവില്ല എന്നും തുടരന്വേഷണത്തിന് സാധ്യതയില്ല എന്നുമുള്ള പോലീസ് റിപ്പോർട്ട് ഒരു ഭാഗത്തുണ്ട്. അതിനിടയിലുള്ള മൊഴിയെടുപ്പ്, അതിന്റെ വിശദാംശങ്ങൾ എന്താണ് മനീഷ്? പാലക്കാട് ടൗൺ സൗത്ത് പോലീസാണ് നിലവിൽ ഷാനിമോൾ ഉസ്മാന്റെ ആലപ്പുഴ കളക്ടറേറ്റിന് സമീപമുള്ള വീട്ടിലെത്തി രാവിലെ തെളിവെടുപ്പ് നടത്തിയത്, മൊഴിയെടുത്തത്. അതിനുശേഷം അവർ മടങ്ങിപ്പോയിട്ടുണ്ട്. ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഷാനിമോൾ ഉസ്മാൻ നൽകിയിട്ടുള്ള പരാതി സ്ത്രീത്വത്തെ അവഹേളിച്ചു, തന്നെ അപമാനിച്ചു എന്നുള്ള രീതിയാണ്. രാത്രിയിൽ ഹോട്ടലിൽ താമസിക്കുന്ന സമയത്ത് തന്റെ മുറിയിലേക്ക് വനിതാ പോലീസ് ഇല്ലാതെ അന്വേഷണ സംഘം തിരച്ചിൽ എന്ന പേരിൽ എന്തോ കൊടുത്ത ആരോപണത്തിന്റെയോ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്റെ മുറിയിലെത്തി പരിശോധന നടത്തി. അത് തന്നെ അവഹേളിക്കുന്നതായിരുന്നു, വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലായിരുന്നു എന്ന് കാണിച്ച് പാലക്കാട് പോലീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പാലക്കാട് നിന്നും അന്വേഷണ സംഘം ഇവിടെ എത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ഒരു കേസിൽ ആദ്യം ഉയർന്ന സംഭവം ട്രോളി ബാഗിൽ കോൺഗ്രസ് നേതാക്കൾ കള്ളപ്പണം കൊണ്ടുവന്നതെന്നായിരുന്നു എങ്കിൽ കൂടി അത് പിന്നീട് തിരിച്ചടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ആർ ആനന്ദ് ജില്ലാ പോലീസ് മേധാവിക്ക്, അതായത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ തന്നെ എസ് പിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ ഇത്തരത്തിൽ തെളിവുകൾ കണ്ടെത്താനോ ഈ ട്രോളി ബാഗിൽ നിന്നും പണം കണ്ടെത്താനോ സാധിച്ചിട്ടില്ല എന്ന് കൂടിയുണ്ട്. ഒപ്പം തന്നെ തുടരന്വേഷണത്തിന് ആവശ്യമില്ലെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പക്ഷെ തിരിച്ച് ഷാനിമോൾ ഉസ്മാൻ കൊടുത്ത പരാതിയിൽ ഇപ്പോൾ പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചതിന്റെ ഭാഗമായി ഷാനിമോൾ ഉസ്മാൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി ഉണ്ടാവുന്നത്. വനിതാ പോലീസിന്റെ അസാന്നിധ്യത്തിൽ അർദ്ധരാത്രിയിൽ ഹോട്ടലിൽ റെയ്ഡ് നടത്താനെത്തി എന്നുള്ള പരാതി ഷാനിമോൾ ഉസ്മാൻ നേരത്തെ നൽകിയിരുന്നു. അതിലാണ് ഇപ്പോൾ മൊഴിയെടുക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്.